Hello students, welcome to another session of Benzil JRF Frank Booster series. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് 2025 തെർമോഡൈനാമിക്സ് എന്ന മൊഡ്യൂളിൽ നിന്നുകൊണ്ട് CSIR നെറ്റ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വായിച്ചു നോക്കാം. എപ്പോഴും ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് വായിക്കുക എന്നുള്ളത് ഇറ്റ്സ് ലൈക്ക് 50% ഓഫ് ദ പ്രോബ്ലം സോൾവിങ്. കറക്റ്റ് നമ്മൾ ഒരു പ്രോബ്ലം കൃത്യമായിട്ട് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആ പ്രോബ്ലത്തിന്റെ വ്യക്തമായ അണ്ടർസ്റ്റാൻഡിങ് വളരെ നെസസറി ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. The variation of molar heat capacity at a constant volume CVM with temperature of a gaseous diatomic molecule is shown in the diagram below. ഇപ്പോൾ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇതിൽ പറയുന്ന എക്സും വൈയും സെഡും കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം. ഒരു ഡയറ്റമിക് മോളിക്യൂൾ ആണെന്ന് പറയുന്നു. ആൻഡ് അതിനോടൊപ്പം ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുന്നുണ്ട് ദ ഡയഗ്രാം ഈസ് നോട്ട് ടു ദ സ്കെയിൽ. എക്സാക്ട്ലി എന്താണ് ലൈനിങ്സ് കറക്റ്റ് ആയിട്ടല്ല, അല്ലെങ്കിൽ എക്സാക്ട് ഒരു സ്കെയിൽ അനുസരിച്ചല്ല അത് പോകുന്നത്. ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ദ ഡയഗ്രാം, ഈ ഡയഗ്രാം നോക്കി തന്നെ കാണാം ഇവിടെ വരെ കണ്ടിന്യൂസ് ആണ്, ദെൻ അടുത്തൊരു ബ്രേക്ക് വരുന്നുണ്ട്. സോ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ദ ഡയഗ്രാം റെപ്രസെന്റ്സ് ഡിസോസിയേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഒരു ഡയറ്റമിക് മോളിക്യൂളിന്റെ കേസ് ആണ് അവർ പറയുന്നത്. എയോ എ ബിയോ എന്തെങ്കിലും ആകാം. ഒരു സിമ്പിൾ ഡയറ്റമിക് സ്പീഷീസ് കൺസിഡർ ചെയ്യുന്നു. കണ്ടെത്തേണ്ടുന്നത് എക്സ് വൈ സെഡിന്റെ വാല്യൂസ് ആണ്. സോ ടെമ്പറേച്ചർ അനുസരിച്ച് ഹീറ്റ് കപ്പാസിറ്റി വേരി ചെയ്യുമോ? ഉറപ്പായിട്ടും വേരി ചെയ്യും. കാരണം ഹീറ്റ് കപ്പാസിറ്റി CVM ഇവിടെ സ്പെസിഫിക്കലി പറയുന്നത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം ആണ്. അറ്റ്കിൻസിലെ സെയിം നൊട്ടേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഒരു സിസ്റ്റത്തിന് ഹീറ്റ് ഹോൾഡ് ചെയ്യാനുള്ള എബിലിറ്റി സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മോളിക്യൂൾസിനും അവരുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ്, അല്ലെങ്കിൽ ആ മോളിക്യൂൾസിന് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് മെയിൻലി ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഉണ്ട്, റൊട്ടേഷൻസ് ഉണ്ട്, വൈബ്രേഷൻസ് ഉണ്ട്, അല്ലേ? ഇത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ആണ് യൂഷ്വലി ഉണ്ടാവുക. ആൻഡ് നമ്മൾ ട്രാൻസ്ലേഷൻ ലെവലിൽ അതിന് ഹീറ്റ് ഹോൾഡ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എനർജി ഹോൾഡ് ചെയ്യാൻ കഴിയും. റൊട്ടേഷൻ ലെവലിൽ എനർജി ഹോൾഡ് ചെയ്യാൻ കഴിയും. വൈബ്രേഷൻ ലെവലിൽ എനർജി ഹോൾഡ് ചെയ്യാൻ കഴിയും. ഇത് ആക്ച്വലി നമ്മുടെ കാറുകളുടെയൊക്കെ ഗിയർ മാറുന്ന പോലെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ആദ്യം ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോൾ ട്രാൻസ്ലേഷൻ മാത്രമാണ് ആക്റ്റീവ്. കുറച്ചും കൂടി ഹൈ സ്പീഡിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ഗിയർ ഇടുന്ന പോലെയാണ് റൊട്ടേഷൻ മോഡ് ആക്റ്റീവ് ആകുന്നത്. കുറച്ചും കൂടി ഹൈ സ്പീഡിലേക്ക് പോകുമ്പോഴത്തേക്കുള്ള നെക്സ്റ്റ് ഗിയർ, അല്ലെങ്കിൽ പോട്ടെ ഒരു 3 ഗിയർ ഉള്ള സിസ്റ്റത്തിലെ ഫൈനൽ ഗിയർ അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ഗിയർ ആണ് വൈബ്രേഷൻ മോഡ്. ഇതുപോലെയാണ് ടെമ്പറേച്ചർ അനുസരിച്ച് മോഡുകൾ ആക്റ്റീവ് ആകുന്നത്. ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ ട്രാൻസ്ലേഷൻ മോഡ്സ് ആയിരിക്കും ആക്റ്റീവ് ആവുക. കുറച്ച് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ വാഹനത്തിന്റെ സ്പീഡ് കൂടുമ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് മാറുന്ന പോലെ കുറച്ചുകൂടെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റൊട്ടേഷണൽ മോഡ് കൂടെ ആക്റ്റീവ് ആകും. ട്രാൻസ്ലേഷൻ മോഡ് ഓൾറെഡി ആക്റ്റീവ് ആയി ലോ ടെമ്പറേച്ചറിൽ. കുറച്ച് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റൊട്ടേഷൻ മോഡ് ആക്റ്റീവ് ആകും. വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ വൈബ്രേഷൻ മോഡ് കൂടെ ആക്റ്റീവ് ആകും. അപ്പോൾ ഈ മോഡുകൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവം? നമ്മൾ കൊടുക്കുന്ന എനർജി എൻ്റെ സിസ്റ്റത്തിന് ആദ്യം ട്രാൻസ്ലേഷനിൽ മാത്രം സ്റ്റോർ ചെയ്തിരുന്നു. ഇപ്പോഴോ റൊട്ടേഷനിലും കൂടെ സ്റ്റോർ ചെയ്യാൻ കഴിയും. അപ്പോൾ എൻ്റെ സിസ്റ്റം കുറെ കൂടി ഹീറ്റ് ഹോൾഡ് ചെയ്യും. വൈബ്രേഷൻ കൂടെ ആക്റ്റീവ് ആയി കഴിഞ്ഞാലോ അവിടെയും ഹീറ്റിനെ, അല്ലെങ്കിൽ അവിടെയും എനർജിനെ സ്റ്റോർ ചെയ്യാൻ കഴിയും. സോ ടെമ്പറേച്ചർ കൂടുന്തോറും ഹയർ ആൻഡ് ഹയർ മോഡുകൾ ആക്ടിവേറ്റഡ് ആകുന്ന കാരണം എൻ്റെ സിസ്റ്റത്തിന് കൂടുതൽ എനർജിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. ആൻഡ് ദാറ്റ്സ് വൈ വി സേ ദാറ്റ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ സിസ്റ്റം വിൽ ബി ഏബിൾ ടു സ്റ്റോർ മോർ ഹീറ്റ്. കൂടുതൽ ഹീറ്റിനെ അതിന് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. അത് തന്നെയാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി കൂടും നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ബേസിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് അറിയേണ്ടത് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് എങ്ങനെയാണ് ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ അവരുടെ കൗണ്ട് എങ്ങനെയാണെന്നുള്ളതാണ്. അവിടെയാണ് നെക്സ്റ്റ് ഒരു തിങ്. നമുക്ക് n ആറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ടോട്ടൽ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഉണ്ടാവും. 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു നോൺ ലീനിയർ മോളിക്യൂളിന്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനകത്ത് 3 ട്രാൻസ്ലേഷനിലായിരിക്കും അലോങ് എക്സ് വൈ ആൻഡ് സെഡ്. 3 ആക്സിസിലൂടെയുള്ള 3 ട്രാൻസ്ലേഷൻസ് ഉണ്ടാവും. അടുത്തതോ 3 ട്രാൻസ്ലേഷൻ കഴിഞ്ഞാൽ ബാക്കി 3 റൊട്ടേഷൻസ് ഉണ്ടാവും. ഓക്കെ, എക്സ് വൈ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാം, എക്സ് സെഡിൽ റൊട്ടേറ്റ് ചെയ്യാം, വൈ സെഡിൽ റൊട്ടേറ്റ് ചെയ്യാം. സോ 3 റൊട്ടേഷൻസ് ഉണ്ടാവും. ആൻഡ് ഫൈനലി ടോട്ടൽ 3n അല്ലേ, അതിൽ 3 ട്രാൻസ്ലേഷനിൽ 3 റൊട്ടേഷനിൽ പോയി കഴിഞ്ഞാൽ ബാക്കി 3n - 6 വൈബ്രേഷൻ മോഡ്സ് ആണ് ഒരു നോൺ ലീനിയർ മോളിക്യൂൾ ഉണ്ടാവുക. ഓക്കെ അല്ലേ? എന്നാൽ നമ്മൾ ലീനിയർ മോളിക്യൂളിലേക്ക് വരികയാണ്. ഓക്കെ, സോ ലെറ്റ് മീ കൺസിഡർ ദ കേസ് ഓഫ് എ ലീനിയർ മോളിക്യൂൾ. ഞാൻ ലീനിയർ മോളിക്യൂളിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ n ആറ്റംസ് ഉണ്ടെങ്കിൽ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അതിനൊന്നും മാറ്റമില്ല. പക്ഷേ 3 ട്രാൻസ്ലേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ 3 റൊട്ടേഷനല്ല, മറിച്ച് 2 റൊട്ടേഷൻസേ ലീനിയർ മോളിക്യൂൾ ഉണ്ടാവും. സോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്തുകൊണ്ടാണ് ഒരു റൊട്ടേഷൻ മോഡ് അവിടെ നഷ്ടപ്പെട്ടതെന്ന് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ തൽക്കാലം ഇത് ആ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നില്ല, അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. സോ 2 റൊട്ടേഷൻസ് കഴിഞ്ഞാൽ ബാക്കി 3n - 5 വൈബ്രേഷൻ മോഡ്സ് ആയിരിക്കും ലീനിയർ മോളിക്യൂൾ കേസിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിട്ടുള്ള മോളിക്യൂൾ ഏതാണെന്ന് നോക്കുക.
ഒരു ലീനിയർ എന്ന വാക്ക് ഇവിടെ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ ഡയറ്റമിക് മോളിക്യൂൾസ് നിർബന്ധമായിട്ടും ലീനിയർ ആയിരിക്കും അല്ലെ. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവുക മീൻസ് അത് ഒരിക്കലും ബെൻഡായിട്ടല്ല ഫോം ചെയ്യാൻ, ലീനിയർ ബോണ്ട്, ലീനിയർ ആയിരിക്കും മോളിക്യൂളിന്റെ സ്ട്രക്ചർ വരുന്നത് അല്ലെങ്കിൽ അതിന്റെ ജിയോമെട്രി വരുന്നത്. സോ ഇതൊരു ലീനിയർ മോളിക്യൂളാണ്. അത്തരത്തിലൊരു ലീനിയർ മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 3 ട്രാൻസ്ലേഷൻ മോഡ് ഉണ്ടാവും, 2 റൊട്ടേഷൻ ഉണ്ടാകും, ശരിയല്ലേ. പോയിട്ട് ടോട്ടൽ 2 ആറ്റംസ് അല്ലേ, 3 × 2 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഉള്ളതിൽ 3 ട്രാൻസ്ലേഷനിലും 2 റൊട്ടേഷനിലും പോയി കഴിഞ്ഞാൽ ബാക്കി 3 - അല്ലെങ്കിൽ 6 - 5 അല്ലേ, 6 - 5 ഒരു വൈബ്രേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ലോ ടെമ്പറേച്ചറിൽ 3 ട്രാൻസ്ലേഷൻ മോഡ്സ് ആയിരിക്കും ആക്റ്റീവ് ആവുക. ഓക്കെ, കുറച്ചും കൂടി ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു, എൻ്റെ 2 റൊട്ടേഷൻ കൂടെ ആക്റ്റീവ് ആകുന്നു. ആൻഡ് ഹയസ്റ്റ് ടെമ്പറേച്ചറിൽ ആ ഒരു വൈബ്രേഷൻ കൂടെ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇവർ ഹീറ്റ് കപ്പാസിറ്റിയിലേക്ക് അല്ലെങ്കിൽ CVM കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓരോ ട്രാൻസ്ലേഷണൽ മോഡും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1/2 R ആണ് ടുവേർഡ്സ് ഏതിലേക്കാ, CVMലേക്ക്. ഓരോ റൊട്ടേഷണൽ മോഡും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1/2 R തന്നെയാണ്. എന്നാൽ വൈബ്രേഷണൽ മോഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് R ആണ്. എന്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണ്, CVMലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രീ റിക്വസിറ്റീസ് എല്ലാ കാര്യങ്ങളും റെഡിയായി. അപ്പോൾ നമുക്ക് അത് നോക്കാം. സോ ടു സ്റ്റാർട്ട് വിത്ത് ടെമ്പറേച്ചർ നിയർ ടു 0 Kelvin ആകുമ്പോൾ അല്ലെ, നിയർ ടു 0 Kelvin ആകുന്ന സമയത്ത് എൻ്റെ മോളിക്യൂളിന് എന്ത് മാത്രമേ ഉള്ളൂ, റൊട്ടേഷനോ വൈബ്രേഷനോ ഒന്നുമില്ല, ട്രാൻസ്ലേഷൻ മോഡ് മാത്രമേ ഉള്ളൂ. 3 ട്രാൻസ്ലേഷൻ മോഡ്സ് ഉണ്ട്, ശരിയല്ലേ. സോ 3 ട്രാൻസ്ലേഷൻ മോഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 R പെർ മോഡ് വെച്ചിട്ട് ടോട്ടൽ 3/2 R അഥവാ 1.5 R ആയിരിക്കും നിയർ ടു 0 Kelvinലെ ഹീറ്റ് കപ്പാസിറ്റി. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അല്ലെ. നിയർ ടു 0 Kelvin 1.5 R കാണിക്കുന്നത് അവിടെ ഹീറ്റ് കപ്പാസിറ്റി അത്രയാണെന്നുള്ളതാണ്. ഇനി ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും, നിങ്ങളുടെ ഹീറ്റ് കപ്പാസിറ്റി കൂടുന്നത് കാണാം. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഡൊമൈൻ കണ്ടോ. അവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് റൊട്ടേഷണൽ മോഡ് മെല്ലെ സ്റ്റാർട്ട് ആവുകയാണ് അല്ലെ, റൊട്ടേഷൻ മോഡ് ആക്റ്റീവായി തുടങ്ങുകയാണ്. ഇത് സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ല, ഒറ്റയടിക്ക് റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്റ്റീവ് ആവുകയല്ല ചെയ്യുന്നത്. ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് മെല്ലെ റൊട്ടേഷണൽ മോഡ്സ് ആക്റ്റീവായി തുടങ്ങും. എന്ന് വെച്ചാൽ റൊട്ടേഷൻ ലെവൽസ് ഒക്കുപ്പൈഡ് ആയിട്ട് തുടങ്ങും. ആൻഡ് കംപ്ലീറ്റ്ലി റൊട്ടേഷൻ ലെവൽസ് എല്ലാം ആക്റ്റീവ് ആകുന്ന ഒരു മൊമെന്റിൽ അവിടെ കുറച്ച് നേരം കൂടെ അല്ലെ, കുറച്ച് ടെമ്പറേച്ചേഴ്സും കൂടെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതിനിടയിൽ നിങ്ങളുടെ ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് ആകുന്ന ഒരു സെക്ഷൻ കാണാം. ആ സെക്ഷൻ എന്തിനാ മീൻ ചെയ്യുന്ന അറിയോ, റൊട്ടേഷൻ മോഡ് കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, ഒരു കുറച്ചും കൂടെ അടുത്തൊരു സ്റ്റെപ്പ് ഓഫ് ടെമ്പറേച്ചർ അല്ലെ, ലീസ്റ്റ് ടെമ്പറേച്ചറിൽ 3 ട്രാൻസ്ലേഷൻ ആക്റ്റീവ് ആണ്. കുറച്ചും കൂടെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ 3 ട്രാൻസ്ലേഷനിലും 2 റൊട്ടേഷനിലും ആക്റ്റീവ് ആകും. സോ 3 ട്രാൻസ്ലേഷനിലെ കാരണം ഉണ്ടാകുന്ന 3 × 1/2 Rന് പുറമെ ആ 2 റൊട്ടേഷനിലെ കാരണം ഉണ്ടാകുന്ന 2 × 1/2 R കൂടെ നിങ്ങളുടെ CVലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടും. സോ 3/2 R + 2/2 R which is equal to 5/2 Rലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ 5/2 R ആയിരിക്കും ആര്, X എന്നുള്ളത്. സോ നമുക്ക് X, Y, Z അല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, Xന്റെ വാല്യൂ 5/2 R ആണ് അഥവാ 2.5 R ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് കാണുമ്പോൾ ഇവിടെയാണ് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം, X 2.5 R വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ടിയിരുന്നില്ല. ഇപ്പോൾ തന്നെ എനിക്ക് ക്ലിയർലി ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ എന്ന് മാർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധാപൂർവ്വം വായിക്കുന്നതോടൊപ്പം തന്നെ ഓപ്ഷൻസിലേക്ക് നല്ലതുപോലെ കണ്ടുപോവുക. മിക്കവാറും എലിമിനേഷനോടെ തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ഉത്തരത്തിലെത്താനായിട്ട് കഴിയും. അപ്പോൾ എനിവേ ഓപ്ഷൻ 2 ഉത്തരം മനസ്സിലായി. ബട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് Y-ഉം Z-ന്റെ ഒക്കെ വാല്യൂസ് മാറുന്നത് കൂടെ നമുക്ക് നോക്കാം. പിന്നെ ഗ്രാഫ് ശ്രദ്ധിച്ച് നോക്കുക. Xലെത്തി ബ്രേക്ക് എടുത്തിട്ടുള്ള ആള് നെക്സ്റ്റ് ഇനി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് മെല്ലെ വീണ്ടും ഹീറ്റ് കപ്പാസിറ്റി കൂടി പോവാണ്, ശരിയല്ലേ. മെല്ലെ കൂടുകയാണ്, കൂടി വീണ്ടും ഒരു റെസ്റ്റിംഗ് ഫേസിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, തൊട്ട് മുന്നേ റൊട്ടേഷൻ ആക്റ്റീവ് ആയെങ്കിൽ ഇവിടെ വൈബ്രേഷൻ ആക്റ്റീവായി തുടങ്ങുകയാണ്, ശരിയല്ലേ. അങ്ങനെ വൈബ്രേഷൻ ആക്റ്റീവായി വൈബ്രേഷനിൽ കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആകുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു ഗിയർ എന്ന് പറയുന്ന പോലെ തന്നെ അതിനോടൊപ്പം ആരും കൂടെ ആക്റ്റീവ് ആണ്, ആ ഒരു വൈബ്രേഷൻ കൂടെ ആക്റ്റീവ് ആവാണ്. സോ 3 ട്രാൻസ്ലേഷനിലും 2 റൊട്ടേഷനിലും കൂടെ 5/2 R തന്നെങ്കിൽ ആ ഒരു വൈബ്രേഷൻ കൂടെ ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു R കൂടെ കിട്ടും. Therefore the heat capacity will become 7/2 R അഥവാ 3.5 R ആണ്. ഓക്കെ, നോക്കണേ, അത് ആരാണ്, നമ്മൾ XYZ എന്ന് വായിച്ചു പോകുമ്പോൾ Y അല്ല അത് അല്ലേ, അത് Z ആണ്. നോക്കണേ, Z-ന്റെ വാല്യൂ ആണത്. സോ എനിക്ക് Z എന്താണെന്ന് കിട്ടി, Z is equal to 3.5 R എന്ന് കിട്ടി. 2 ആൾക്കാരും കിട്ടിയല്ലോ. ഇനി അടുത്ത് എന്താ സംഭവിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഹീറ്റ് കൂട്ടി ടെമ്പറേച്ചർ കൂട്ടി ഹീറ്റ് അല്ല ടെമ്പറേച്ചർ കൂട്ടി പോകുമ്പോൾ എന്താ സംഭവിക്കുന്നു, ബോണ്ട് ബ്രേക്ക് ആകുന്നു.
സ്വാഭാവികമായിട്ട് സംഭവിക്കും. നമ്മൾ ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യും. സോ ആ AB എന്ന ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ് ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കുന്നത്. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായിട്ടാണ് മാറുന്നത്? ഒരു A എന്നൊരു ആറ്റവും B എന്നൊരു ആറ്റവും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ശരിയല്ലേ? അപ്പൊ ഇവർ മോണോ ആറ്റോമിക് അല്ലേ? മോണോ ആറ്റോമിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക, N ആറ്റംസ് ഉണ്ടെങ്കിൽ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. അപ്പം A എന്നൊരു ഒറ്റ ആറ്റം അല്ലേ? A എന്നൊരു ഒറ്റ ആറ്റം. ഇനി അവർക്ക് എന്തെങ്കിലും ബോണ്ട് ഇല്ല, ഒരു മോളിക്യൂൾ അല്ല, ഇനി അങ്ങോട്ട് ആറ്റംസ് ആണ്. സോ ഞാൻ A എന്നൊരു ഒറ്റ ആറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് 1 ആണല്ലോ. സോ 3 × 1 അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസേ ഉള്ളൂ. ആ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് എന്താണ്? 3 ട്രാൻസ്ലേഷനിലാണ് അല്ലേ? സോ എക്ക് എന്തുണ്ടാവും? 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഉണ്ടാവും. സിമിലർലി ബിക്ക് എന്തുണ്ടാവും? ആ 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഉണ്ടാവും. അത് തമ്മിൽ ബോണ്ടഡ് അല്ല. നിങ്ങൾ ഒരിക്കലും N=2 എടുത്തിട്ട് മുന്നേ ചെയ്ത പോലെ ചെയ്യരുത്. കാരണം ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ആയി മോളിക്കുലായിട്ട് ഇരിക്കുമ്പോഴേ നമ്മൾ N=2 എടുക്കും. ഇത് N=1 വീതമുള്ള 2 കേസുകളാണ്. ഓക്കെ, സോ എക്ക് 3 ട്രാൻസ്ലേഷൻ, ബിക്ക് 3 ട്രാൻസ്ലേഷൻ. അപ്പോൾ 3 ട്രാൻസ്ലേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് കപ്പാസിറ്റി 3/2 R ആണ്. ബിക്ക് 3 ട്രാൻസ്ലേഷൻസ് ആണെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി 3/2 R ആണ്. ഇനി മാറാനില്ല, കാരണം അയാൾക്ക് ട്രാൻസ്ലേഷൻ മോഡ് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയത് കാരണം ഹീറ്റ് കപ്പാസിറ്റി മാറാൻ പോകുന്നില്ല. സോ ബോണ്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. സോ മൊത്തത്തിൽ ഹീറ്റ് കപ്പാസിറ്റി എത്ര? എയുടെ 3/2 R പ്ലസ് ബിയുടെ 3/2 R. ഓവറോൾ നിങ്ങളുടെ ഹീറ്റ് കപ്പാസിറ്റി 3R എന്ന് കാണാൻ കഴിയും. സോ 3R എന്നുള്ളത് ആരുടെ വാല്യൂ ആണ്? വൈയുടെ വാല്യൂ ആണ്. സോ y = 3R. സോ ആസ് വി ഹാവ് സീൻ ഓൾറെഡി, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 2.5R, 3R, 3.5R. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഹീറ്റ് കപ്പാസിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് കൂടും എന്നുള്ളതും, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് അല്ലെങ്കിൽ ആ എനർജി ലെവൽസ് അൺലോക്ക് ആകുന്നതിനനുസരിച്ച് കൂടുതൽ ഹീറ്റ് സ്റ്റോർ ചെയ്യുന്നു. അവർ ഹീറ്റ് കപ്പാസിറ്റിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഈ ഒരു നിലയ്ക്കാണ്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്പോൾ നമ്മൾ ബെൻസിലിന്റെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് തെർമോഡൈനാമിക്സിൽ നാച്ചുറലി പഠിച്ചു പോകുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ എക്സാം ഹോളിൽ അത് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ഓൾ. ഈ പ്രോബ്ലം നമുക്ക് ഈസിലി ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ലേൺ വെൽ. താങ്ക് യു.